എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ ടീം സർജറി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറു സൈഡിലാണെങ്കിൽ ഹീറോ അവരെല്ലാം ഗൺ പോയിന്റിൽ വെച്ചേക്കുവാണ്. അപ്പം ഹീറോൻ്റെ ഹെഡ് പറയുവാണ്, യൂഷിജിൻ ആയാലും ശരി ഡേയോൺ ആയാലും ശരി, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഉടനെ തന്നെ നിർത്തണമെന്ന്. നിങ്ങളിപ്പോൾ ഒരു യുദ്ധം ഉണ്ടാക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുക. നിങ്ങളിപ്പോൾ ഇതൊന്നും നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുമെന്ന് പറയുന്നു. സർജറിയുടെ ഇടയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് പൾസ് ലോ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയക്കുവാണ്, നമ്മൾ ഈ സ്ഥലത്ത് തന്നെ മരിക്കേണ്ടി വരുമോ എന്നോർത്ത്. പക്ഷെ നമ്മുടെ ഹീറോയിന് ഒരു പേടിയില്ലാതെ സർജറി തുടർന്നുകൊണ്ടിരിക്കുവാണ്. സെക്കൻഡ് ഹീറോ പറയുവാണ്, അറബ് നാട്ടിലെ ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുവരെയായിട്ടും കണ്ണു തുറന്നിട്ടില്ല. അറബ് നാട്ടിലെ ഡോക്ടർ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾ എന്താ ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ശരി, നിങ്ങൾ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇദ്ദേഹം കണ്ണു തുറക്കുന്നത് വരെ നിങ്ങളുടെ സർജറി ഫെയിലിയർ തന്നെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുവാണ്, ഇതെല്ലാം നിങ്ങളെ കാരണമാണ്, നിങ്ങൾ ശരിയല്ലാത്തൊരു മെഡിക്കൽ റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അദ്ദേഹം മരിക്കുന്നതിലും കാട്ടിലും നല്ലതാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തതെന്ന് ഒരു ഭയമില്ലാതെ പറയുവാണ്. കമാൻഡർ പറയുവാണ്, ഞങ്ങൾ തന്ന നടപടികളൊന്നും പാലിക്കാതിരുന്ന യൂഷിജിനെ ഡിസ്മിസ് ചെയ്യുവാണ്. മാത്രവുമല്ല അവനെ നിരീക്ഷണത്തിൽ വെക്കണമെന്നും പറയുന്നു. ആസ് എ കമാൻഡർ നിങ്ങൾ ചെയ്തത് നല്ലത് തന്നെയാണ്, അതിന് നിങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു. പക്ഷേ ഒരു കമാൻഡർ എന്ന നിലയിൽ എനിക്ക് ഇതിനെതിരെ ഒരു നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നിങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. സെക്കൻഡ് ഹീറോൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഹീറോയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ സേഫ്റ്റി എക്യുപ്മെൻസും ഗണ്ണും എല്ലാം ഊരിക്കൊടുക്കുവാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോ പറയുവാണ്, ആസ് എ കമാൻഡിങ് ഓഫീസർ നിങ്ങളെ ഞാൻ ഡിസ്മിസ് ചെയ്യുവാണ്, ഇതെനിക്ക് കമാൻഡർ തന്ന ഒരു ഓർഡർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന ഹെഡ് ഹീറോയുടെ അടുത്ത് ചോദിക്കുവാണ്, നീ എന്തിനാണ് ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? കുറച്ച് നാളുകൾക്കുള്ളിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതല്ലേ? ഇനിയും ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നിന്റെ ജോലിയെ തന്നെ ബാധിക്കും. നീ ചെയ്ത ഈ കാര്യം കൊണ്ട് നിനക്ക് മാത്രമല്ല പ്രശ്നം, നിന്റെ ടീമിലുള്ള എല്ലാവർക്കും അവരുടെ ജോലി പോകാൻ പോവുകയാണെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ്, ഈ നടന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. ബാക്കിയുള്ള ആരെയും നിങ്ങൾ ഇതിൻ്റെ പേരിൽ ജോലിന്നൊന്നും പറഞ്ഞു വിടുക ഒന്നും ചെയ്യണ്ട. ഈ ചെയ്തതിൽ എനിക്കൊരു ഫീലിങ്ങും ഇല്ലെന്ന്. ഹീറോയിൻ സെക്കൻഡ് ഹീറോ അടുത്ത് പറയുകയാണ്, എനിക്ക് യൂഷിജിനെ കാണണമെന്ന്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഹെഡ് വരുവാണ്. ഹെഡ് വന്നിട്ട് സെക്കൻഡ് ഹീറോ അടുത്ത് ചോദിക്കുകയാണ്, ആരാ ആ ഡോക്ടർ? എനിക്ക് അവരെ കണ്ടിട്ട് കണ്ട് സംസാരിക്കണമെന്ന്. ഹീറോയിൻ പറയാ, ഞാനാണ് ആ ഡോക്ടർ, എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതെന്ന്. ഹെഡ് പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്ത കാര്യം കൊണ്ട് യൂഷിജിൻ്റെ കരിയർ തന്നെ ആപത്തിലായിരിക്കുക. അവൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് കണ്ണ് തുറക്കാനായിട്ടുള്ള എല്ലാം തന്നെ ചെയ്യണമെന്ന്. ഇത് ഞാനൊരു ഓർഡർ ആയിട്ടല്ല പറയുന്നത്, ഒരു സഹായമായിട്ട് ചോദിക്കുക. ഹെഡ് സെക്കൻഡ് ഹീറോ എടുത്ത് ചോദിക്കുകയാണ്, നിന്റെ ട്രാൻസ്ഫറിന്റെ ഓർഡർ വന്നിട്ടുണ്ട്, നീ ഇതുവരെയായിട്ടും പോകാത്ത എന്താന്ന്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുകയാണ്, എന്തായാലും ഫസ്റ്റ് കമാൻഡിങ് ഓഫീസർ ആയിട്ടുള്ള ആൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് സെക്കൻഡ് കമാൻഡിങ് ഓഫീസർ ആയിട്ടുള്ള ഞാൻ എൻ്റെ ടീമിനെ നോക്കാമെന്ന്. അപ്പോൾ ഹെഡ് പറയുകയാണ്, അതൊന്നും വലിയ വിഷയമൊന്നുമല്ല, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ളതെല്ലാം ശരിയാക്ക്. ഇനി സെക്കൻഡ് കമാൻഡിങ് ഓഫീസറായിട്ട് നിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ നിയമിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെ സെക്കൻഡ് ഹീറോ ഫസ്റ്റ് ഹീറോനെ കണ്ടിട്ട് പറയുകയാണ്, സാർ എന്തായാലും നിങ്ങളെടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു. എൻ്റെ റിപ്പോർട്ടിങ്ങിനെ ഞാൻ ഡയറക്റ്റ് സൂപ്പർവൈസറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഡിസ്മിസ്സൊക്കെ ആയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട മര്യാദയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹീറോ ഹീറോയിനെ കാണുവാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് സമയം ചോദിച്ചില്ലായിരുന്നു യൂഷിജിനുമായിട്ട് സംസാരിക്കാൻ, നിങ്ങൾക്ക് 10 മിനിറ്റ് സമയമുണ്ട്, പോയി സംസാരിച്ചോളാം. നമ്മുടെ ഹീറോയിനും ഹീറോയിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, ഓ എന്ത് നിങ്ങൾ എന്നെ കാണാനാണോ ഇങ്ങോട്ട് വന്നത്? ഹീറോയിൻ സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, എന്തിനാ നീ സോറി ചോദിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. ഹീറോയിൻ പറയുകയാണ്, ഇപ്പോഴും പ്രസിഡന്റ് കണ്ണ് തുറന്നിട്ടില്ല എന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ്, ഞാൻ കുറച്ച് മുമ്പേ നീ ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ടായിരുന്നു, നീ പറഞ്ഞതുപോലെ തന്നെ നല്ല സെക്സി ആയിട്ടുണ്ടായിരുന്നു, മാത്രമല്ല നീ നല്ല ധൈര്യശാലിയുമാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ഹീറോ പറയാണ്, ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടില്ലേ, എനിക്കായിട്ട് കുറച്ച് പ്രിൻസിപ്പിളൊക്കെ ഉണ്ടെന്ന്. കുട്ടികൾ, അഴകായിട്ടുള്ളവർ, വയസ്സായവർ, ഇവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്രാവശ്യം എൻ്റെ മുന്നിൽ വയസ്സായവരും ഉണ്ടായിരുന്നു, അഴകായിട്ടുള്ളവരുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നും വന്നില്ല, ഞാൻ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെന്ന്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയ്ക്ക് നടന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ കരയുവാണ്. എന്നിട്ട് ഹീറോ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ്, എനിക്ക് CD4 അല്ലെങ്കിൽ RDX വേണമെന്ന്. അപ്പം ഹീറോയിൻ ചോദിക്കുക, അതെന്തോ സംഭവം എന്ന്. അത് വെടികൊണ്ടാണ്, ഇവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ കരയുവാണെങ്കിൽ ആ കഥവ് പൊളിക്കേണ്ടി വരും, അതെനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഹീറോ. അങ്ങനെ ഹീറോയും പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴും ഈ കോമഡി ഐഡിയ ഉള്ളൂ എന്ന്, നിങ്ങൾക്ക് എന്തായാലും ഇത് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും കൊതുകുതിരി എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ എനിക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നും പറഞ്ഞിട്ട് അവിടെ അടുക്കി വെച്ചേക്കുന്ന ബോക്സ് എല്ലാം നോക്കുകയാണ്. അതിനകത്ത് നിറച്ചും കൊതുകുതിരിയായിരുന്നു. അങ്ങനെ പ്രസിഡന്റ് കണ്ണു തുറക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ അയാൾ നാട്ടിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആരാണോ നമ്മുടെ ഹീറോയിൻ്റെ തലയിൽ തോക്ക് വെച്ചത് അയാൾ തന്നെ ഹെലികോപ്റ്റർ
ഹെലികോപ്റ്ററിനകത്തിരുന്ന് ഹീറോയിനോട് താങ്ക്സ് പറയുന്നുണ്ട്. സെക്കൻഡ് ഹീറോ ആണെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം മറ്റേ സെക്കൻഡ് ഹീറോയിൻ ആണെങ്കിൽ അതേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നടന്നു വരുവാണ്. സെക്കൻഡ് ഹീറോയിൻ പറയുവാണ്, ഞാനിവിടെ വന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്, പക്ഷെ നീ എന്നെ വിട്ടിട്ട് വീണ്ടും ഓടിപ്പോവാണല്ലോ. ഇത് നിനക്ക് ആരെങ്കിലും തന്ന ഒരു ഓർഡർ ആണോ അതോ നീയായിട്ട് തിരഞ്ഞെടുത്തതാണോ? എത്ര നാൾ നീ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും? സെക്കൻഡ് ഹീറോ ഇതെനിക്ക് തന്ന ഓർഡറാന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹീറോയിൻ ഒറ്റൊരു അടി വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞ് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പം ഹീറോയിൻ ആണെങ്കിൽ നല്ല ഇടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ പറയാണ്, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തിരിച്ചിങ്ങോട്ട് വരുമെന്ന് പറ, ഇതൊന്നും പറയാൻ നീ എങ്ങോട്ടായി പോന്ന? നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ അവർക്ക് സല്യൂട്ട് കൊടുത്തിട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കൈയെ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ കൈ പിടിച്ച് വലിച്ചപ്പോഴത്തേക്കിനും വന്ന് ഹീറോയിനെ ഹഗ് ചെയ്യുകയാണ്. എന്നിട്ട് സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, അവിടെ നല്ല കൊതുകുണ്ടായിരിക്കും, നീ എപ്പോഴും ജാക്കറ്റ് ഇട്ടോണം, പിന്നെ നീ അവിടെ നല്ല ജാഗ്രതയായിട്ട് തന്നെ ഇരിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ നടന്നു പോവുകയാണ്. അങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിക്കുവാണ്. സെക്കൻഡ് ഹീറോയിൻ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ ഗേൾ ഫ്രണ്ടിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പോൾ സെക്കൻഡ് ഹീറോ പറയുകയാണ്, ഞാൻ ജീവിതകാലം മുഴുവനും അവളെ സന്തോഷത്തോടെ വെച്ചിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ഹീറോയിൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നീ അവളുടെ കല്യാണത്തിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവൾ എങ്ങനെ ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ടിരിക്കുമെന്ന്. അപ്പോൾ ഹീറോ പറയുക, ഒരാൾക്ക് മനസ്സമാധാനം ഇല്ലെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിലും ഒരിക്കലും അയാൾ സന്തോഷത്തോടെ ആയിരിക്കില്ല. ഹീറോയിൻ ചോദിക്കുകയാണ്, അപ്പം നീ അവളുടെ അടുത്ത് പ്രതികാരം തീർക്കാനല്ലേ പോകുന്നത്, അവളുടെ മനസ്സിലുള്ള കഷ്ടതകളെല്ലാം നീക്കാൻ പോവുകയാണോ എന്ന്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ പറഞ്ഞത് ഓർത്തിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ രണ്ടുപേരും എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ മുന്നിൽ പോയി നിൽക്കുവാണ്. ഹീറോയിൻ പറയുവാണ്, നീ റിജക്റ്റ് ചെയ്തത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഇവനെ കിട്ടത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് താങ്ക്സ് എന്ന്. ഹീറോ പറയാം, നിന്നെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിൽ വരില്ല, അതിന് ഞാൻ ഇവളോട് താങ്ക്സ് പറയുന്നുണ്ട്. നീയാണ് എന്നെ ഫസ്റ്റ് വിട്ടിട്ട് പോയത്, അതുകൊണ്ട് ഒരു ഫീലിങ്സും ഇല്ലാതെ നീ നിൻ്റെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ. സെക്കൻഡ് ഹീറോയും ഹീറോയിനും ഡ്രിങ്ക്സ് അടിക്കുവാണ്. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഞാൻ പറഞ്ഞത് നീ മറക്കരുത്, നീ യൂഷിജിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാമെന്ന് പറയണം. ഇങ്ങനെ പറയില്ലേന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ ഞാൻ പറയാമെന്ന് പറയുന്നു. അടുത്ത സീനിൽ ബ്ലൂ ഹൗസിൽ നിന്നും കമാൻഡർക്ക് കോൾ വരുന്നതാണ് കാണിക്കുന്നത്. അറബ് നാട്ട് പ്രസിഡന്റിൽ നിന്നും നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അവിടെ ഒരു ഓപ്പറേഷനും നടന്നിട്ടില്ല, ഇത് ആരും വെളിയിലുള്ള ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് അവർ പ്ലാൻ ചെയ്യുവാണ്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് അവരുടെ നാട്ടിലെ ഗവൺമെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഡിസ്മിസ് ആയിട്ടുള്ള യൂഷിജിനെ എന്തിനാണ് ഡിസ്മിസ് ആക്കിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഈ കാര്യം നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ആർമി ഇതിനായിട്ടുള്ള തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അവിടേക്ക് വരുന്ന അറബ് പ്രസിഡന്റിൻ്റെ ഗാർഡ് നമ്മുടെ ഹീറോ ഇവർ രണ്ടുപേരെയും പ്രസിഡന്റ് മീറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അറബ് പ്രസിഡന്റ് എനിക്ക് സർജറി ചെയ്ത് എൻ്റെ ജീവൻ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ഹീറോൻ്റെ അടുത്ത് പറയുവാണ്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഹീറോ പറയുന്നുണ്ട്. അറബ് പ്രസിഡന്റ് നമ്മുടെ ഹീറോയിന് ഒരു ഗോൾഡൻ കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഞങ്ങൾ രണ്ടുപേരില്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ആയിട്ട് 2 കാർഡ് ഇതാ, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനൊന്നും ഒക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയ്ക്കും കൂടി വേണ്ടിയിട്ട് ഒരു കാർഡ് മേടിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ കാർഡ് പറയുവാണ്, ഈ കാർഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന്. ഈ കാർഡിന് അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ കാർഡ് കാണിച്ചിട്ട് എനിക്ക് ഈ ഒരു കാറ് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ കാറിൽ യാത്ര ചെയ്യാൻ നേരത്ത് ഹീറോ പറയാണ്, ഈ നിമിഷം തൊട്ട് നമ്മൾ രണ്ടുപേരും ഡേറ്റിങ്ങിന് പോവാന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുവാണ്, അർജന്റായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന്. ഹീറോയും പറയാണ്, നമ്മൾ എപ്പോൾ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും അത് വേറെ സ്ഥലത്തായാലും സിറ്റുവേഷൻ എല്ലാം ഒന്ന് തന്നെയാണ്, നിയമങ്ങളൊന്നും നിങ്ങൾ പാലിക്കാതിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ 3 മാസത്തെ ശമ്പളം ഞങ്ങൾ തരില്ല, അതുമാത്രമല്ല നിങ്ങളുടെ പ്രൊമോഷൻ എക്സാം നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, ഇതിലെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഹീറോ പറയാണ്, എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ലെന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് വരുവാണ്. അങ്ങനെ ചെറിയ വിഷമത്തിലൊക്കെ നടന്നു വരുന്ന നമ്മുടെ ഹീറോന്റെ മുന്നിൽ ആരോ കാലെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ വന്ന് മൂക്കുമുട്ട വന്ന് വീഴുവാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നത്. അപ്പോൾ ഹീറോയിൻ പറയാ, എന്താ സാർ നിങ്ങൾ വലിയ ഓഫീസറൊക്കെ അല്ലേ, അത് ഞാനൊരു കാലങ്ങനെ വെച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ വീഴാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണ്. ഹീറോ പറയാ, നിനക്കൊരു അടി അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ, ശരി നീ എപ്പോൾ ഇവിടെ വന്ന്? അപ്പോൾ സെക്കൻഡ് ഹീറോ പറയുവാണ്, ഞാൻ ഇന്നലെ വന്നേന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുവാണ്, ഇന്നലെ വന്നെങ്കിൽ നിനക്ക് ഡേ ഓൺ പോയ കാര്യം നീ അറിഞ്ഞാണല്ലോ. സെക്കൻഡ് ഹീറോ പറയുവാണ്, ഞാൻ എയർപോർട്ടിൽ കണ്ടായിരുന്നു. ഹീറോ പറയാണ്, എയർപോർട്ടൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കുവാണ്, അവിടെ ഒന്നും പറ്റിയില്ലല്ലോ, നീ വന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ച് കളിയാക്കുവാണ്.
ഹീറോയിൻ ആണെങ്കിൽ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവിടെ നടന്ന എല്ലാ കാര്യത്തിനും ഞാനാണ് ഉത്തരവാദിത്വം ഏൽക്കുന്നത്. എന്തിനാണ് യൂഷിജിന് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് നിങ്ങൾ കൊടുത്തത്? അവിടേക്ക് വേഗത്തിൽ വരുന്ന ഹീറോ ആണെങ്കിൽ സല്യൂട്ട് കൊടുത്തിട്ട് ഹീറോയിൻ്റെ കൈയും പിടിച്ച് വെളിയിലോട്ട് ഓടി പോവുകയാണ്. അവിടെ നിന്ന് കാറിൽ അവർ ഒരു സ്ഥലത്തേക്ക് വരുവാണ്. എന്നിട്ട് ഹീറോയിൻ പറയുവാണ്, എന്നെ കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്നോട് ക്ഷമിക്കുന്നു. അപ്പോൾ ഹീറോ പറയുവാണ്, എന്ത് വിചാരിച്ച് നീ ഒരു പെണ്ണിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഈ ലോകത്തുള്ള എല്ലാവരെയും ഞാൻ രക്ഷിക്കണം. അതാണ് എനിക്ക് തന്നിട്ടുള്ള ഒരേ ഒരു ഉത്തരവാദിത്വം. ഞാൻ അവിടെ മിലിറ്ററി റൂൾസിന് എല്ലാം എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തരുന്ന എന്ത് പണിഷ്മെൻറ്റ് വേണമെങ്കിലും എനിക്കത് സ്വീകരിക്കണം. നീ ഇതിൽ ഒന്നിലും തലയിടണ്ട, ഒരു സ്റ്റെപ്പ് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നല്ലതുപോലെ വഴക്ക് പറയുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ, എൻ്റെ സ്നേഹം നിങ്ങളുടെ ജോലിയെ ബാധിച്ചോ? ശരി, ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒട്ടിച്ചുകൊണ്ട് വന്ന കാറ് ഹീറോയിൻ എടുത്തുകൊണ്ട് പോവുകയാണ്, ഹീറോയിൻ അവിടെ വിട്ടിട്ട്. അങ്ങനെ ഒടുവിൽ ഹീറോയും അവിടെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിക്കുന്ന സെക്കൻഡ് ഹീറോ ആണെങ്കിൽ, നിങ്ങളിപ്പോൾ നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം, കബോർഡ് ഓപ്പൺ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൈൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്ത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളാം. അങ്ങനെ ഹീറോയും ആ വൈനെടുത്ത് കൈ പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരുവാണ്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ കണ്ടുടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിലോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുവാണ്. ഹീറോ ചോദിക്കുകയാണ്, എന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് വന്നതാ. അപ്പോൾ ഹീറോ പറയാം, ഇവിടെ വെള്ളമൊന്നുമില്ല, അതിന് പകരം കുറച്ച് ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിനും അത് ഹീറോയിൻ കുടിക്കുകയാണ് ആ വൈൻ. നിങ്ങൾ ഡ്രിങ്ക് ചെയ്യുമോയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ പറയുകയാണ്, ഒരു ആർമി ഓഫീസർ യഥാർത്ഥത്തിൽ ഡ്രിങ്ക് ചെയ്തുകൂടാ, ആരും കാണാതെ കുടിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇനി എന്ത് ചെയ്യാനാ, ഇവിടെ ഒരു സാക്ഷി ഉണ്ടല്ലോ. ഞാൻ ചെയ്തതിന് സോറി എന്ന് ഹീറോയിൻ പറയുവാണ്. അപ്പോൾ ഹീറോ പറയുവാണ്, ഞാനും അത് പറയാനായിട്ടിരുന്ന, എന്തായാലും നമ്മൾ രണ്ടുപേരും സോറി പറഞ്ഞല്ലോ. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുന്നു. ഹീറോ ചോദിക്കുക, ഇതാണ് ഒഫീഷ്യൽ യൂണിഫോം എന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. അങ്ങനെ അവരവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.